സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ആദ്യം നാം എന്താണ് അന്വേഷിക്കേണ്ടത്? മുന്നമേ അവന്റെ രാജ്യത്തെയും അവന്റെ നീതിയെയും അന്വേഷിക്കുക. ആദ്യം ശ്രേഷ്ഠമായ കാര്യങ്ങൾ നാം അന്വേഷിക്കുകയാണെങ്കിൽ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കും എന്ന് ജാതികളെപ്പോലെ നിങ്ങൾ ചിന്തിക്കുവാൻ പാടില്ല. ആദ്യം എൻ്റെ നീതിയെ അന്വേഷിക്കുക, എന്നെ അന്വേഷിക്കുക, എൻ്റെ രാജ്യത്തെ, എൻ്റെ നീതിയെ, എൻ്റെ സാന്നിധ്യത്തെ, എൻ്റെ വചനത്തെ അന്വേഷിക്കൂ. ഉയരത്തിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തിരക്കുക. ആദ്യം അതന്വേഷിക്കുകയാണെങ്കിൽ സകലതും നിങ്ങൾക്ക് ലഭിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. യാക്കോബിനിത് മനസ്സിലാകുന്നതിന് വേണ്ടി 20 വർഷങ്ങൾ എടുത്തു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ 20 കഴിഞ്ഞോ? 20 വർഷം കഴിഞ്ഞിരിക്കുന്നോ? 20 വർഷം കഴിഞ്ഞവരെല്ലാം ദയവ് ചെയ്തൊന്ന് കരമുയർത്താമോ? ഡേഞ്ചർ മാർക്ക് കടന്നു പോവുകയാണ്. 20 വർഷങ്ങൾ എടുക്കുവാനിടയായി. എൻ്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ബിസിനസ് ചെയ്യും, എൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജോലി കാര്യങ്ങൾ ചെയ്യും. ഈ ആടുകളെയും മാടുകളെയും നോക്കി വളർത്തി അവയെ ഇരട്ടിയാക്കുന്നതിന് ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലുള്ളതായ ആശയങ്ങളും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു. 20 വർഷങ്ങൾക്ക് ശേഷം വലിയൊരു കൂട്ടം ആടുമാടുകളുമായിട്ട് സമ്പാദ്യമായി മാറുവാനിടയായി. ഒരു വടിയുമായി പോയിരുന്ന വ്യക്തിയാണ്. ഒരു വടിയുമായിട്ട് മാത്രം പോയിരുന്ന വ്യക്തി തിരിച്ചു വലിയൊരു സമൂഹമായി, വലിയ ധനവാനായിട്ട് തിരിച്ചു വന്ന കാര്യം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. ഒന്നുമില്ലാത്തവനായി ഓടിപ്പോയ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സമ്പാദ്യവും ആടുമാടും എല്ലാം ലഭിച്ച്? ദൈവമായിട്ടൊരു തീരുമാനമെടുത്തു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ, നീ എൻ്റെ കൂടെ ഇരുന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയും, ഈ ബഥേലിലേക്ക് ഞാൻ വരും, നിന്നെ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദർശനം കിട്ടിയ സ്ഥലത്തിന് അവൻ ബഥേൽ എന്ന് പേരിടാനിടയായി. ഇവിടേക്ക് ഞാൻ തിരിച്ചു വരാമെന്ന് നിബന്ധന ചെയ്തു. ദൈവം അവൻ ചോദിച്ചതെല്ലാം കൊടുക്കുവാനിടയായി, അനുഗ്രഹിച്ചു. എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ യഥാർത്ഥമായ അനുഗ്രഹമെന്ന് ചോദിച്ചാൽ ലംഘനം ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആളുകൾ മാത്രമാണ് ഭാഗ്യവാന്മാർ. ആ സത്യം തിരിച്ചറിയുന്നതിനു വേണ്ടി, ആ വിഷയം മനസ്സിലാക്കുന്നതിനു വേണ്ടി അവന് 20 വർഷങ്ങൾ എടുത്തു. ഇത്രയും കാലങ്ങൾ യാക്കോബിനെ ആരാണ് കാത്തു രക്ഷിച്ചുകൊണ്ടിരുന്നത്? ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് കാക്കുകയായിരുന്നു. യാക്കോബ് ഓടിപ്പോവുകയാണ്, എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ്. ഇനിയും എൻ്റെ ഗതി എന്താകുമെന്ന് പറഞ്ഞു വരുമ്പോൾ ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്നെ എതിരേൽക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നിന്നെ എപ്പോൾ കൊല്ലാൻ കഴിയുമെന്ന് കാത്തിരിക്കുന്ന സഹോദരൻ 400 ആളുകളുമായി പുറപ്പെട്ടിട്ട് നിന്നെ എതിരേൽക്കാൻ വരികയാണ്. ആ ദൂതൻ പറഞ്ഞു, 400 പേരുമായിട്ട് നിന്നെ എതിരേൽക്കാൻ വരികയാണ്. എന്തിനാണ്? എൻ്റെ ജ്യേഷ്ഠാവകാശം നീ തട്ടിയെടുത്തുകൊണ്ട് പോയില്ലേ? നിന്നെ ഞാൻ വെച്ചുപൊറുപ്പിക്കില്ല, കൊന്നുകളയും. അവന്റെ സഹോദരൻ വരികയാണ്. 3-ാമത്തെ ദിവസമാണ് മനസ്സിലായത്, തൻ്റെ അമ്മായിയപ്പന് വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ, കുഞ്ഞുങ്ങളുടെ ബഹളമൊന്നും കേൾക്കുന്നില്ല, ആട്ടിൻകൂട്ടത്തെയും മാട്ടിൻകൂട്ടത്തെയും ഒന്നും ഇവിടെ കാണുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനിടയായി. പോട്ടെ, സാരമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഏതായാലും എൻ്റെ മരുമകനല്ലേ, എൻ്റെ മക്കളെ വിവാഹം കഴിച്ചല്ലോ എന്ന് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു. പോട്ടെ, നമ്മുടെ സ്വന്തക്കാരനാണല്ലോ എന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഇതാ എൻ്റെ ആടുകളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അവൻ്റെ ആടുകളെ അവൻ ഒരുപാട് വളർത്തിയെടുത്തു. പോട്ടെ, സാരമില്ല, എൻ്റെ മക്കളല്ലേ, കൊച്ചുമക്കളല്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഇതാ എൻ്റെ പെൺമക്കളെയും എൻ്റെ കൊച്ചുമക്കളെയും എൻ്റെ ആടുകളെയും മാടുകളെയും എല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണോ? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിറകെ വരികയാണ്. മുൻപിൽ നിന്ന് ജ്യേഷ്ഠൻ വരുന്നു, പിന്നിൽ നിന്ന് അമ്മായിയപ്പൻ വരുന്നു. ഇതിൻ്റെ മധ്യയിൽ യാക്കോബ് തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യമാരെയും ദാസന്മാരെയും സമ്പത്തും ആടുകളെയും മാടുകളെയും എല്ലാമായിട്ട് ഇരിക്കുകയാണ്. സമ്പത്ത് കൂടുതലുള്ളവർക്ക് അത്രയും പോരാട്ടങ്ങളാണ്, അറിയാമോ? നിങ്ങൾക്കറിയാൻ വേണ്ടി നിങ്ങൾക്ക് സമ്പത്ത് അധികമില്ലല്ലോ. എത്രയോ ബുദ്ധിമുട്ടാണ്. 1/2 ഏക്കർ ഭൂമി പോലും കാത്തു സൂക്ഷിക്കുവാൻ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന് ചിലർ വന്ന് പറയാറുണ്ട്. ഒരു വീട്ടിൽ ആൾ താമസമില്ല എങ്കിൽ, ഒരു വസ്തു വെറുതെ കിടക്കുകയാണെങ്കിൽ അതെങ്ങനെ തട്ടിയെടുക്കാൻ കഴിയുമെന്നാണ് ആളുകൾ നോക്കുന്നത്. ആ വീട് നോക്കി നടത്താൻ ഇപ്പോൾ കഴിയുന്നില്ല.
അത് വാടകയ്ക്ക് കൊടുത്താൽ വാടകക്കാർ നിൽക്കുന്നില്ല, കാലി ചെയ്തു പോകുന്നു. കടം വാങ്ങിച്ച് പണിതാണ്, ഇപ്പോൾ ആരും വാടകക്കാരും വരുന്നില്ല. ഇപ്പോൾ ആ വീട് നശിച്ചു പോകുന്ന പോലെയാണ്. വീട് പണം മുടക്കിയൊക്കെ വെച്ച് ശരിയാണ്, എന്നാൽ മനസ്സിനിപ്പോൾ സമാധാനമുണ്ടോ? ഒരു സ്വസ്ഥതയുണ്ടോ? കിടന്നാൽ ഉറക്കം വരുമോ? ഇവിടെ യാക്കോബ് ഒരു പാഠം പഠിക്കുകയാണ്. ദൈവം അവനെ പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇതല്ല യഥാർത്ഥമായ അനുഗ്രഹം. എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ഇതല്ല. നീ ആയിരിക്കേണ്ടുന്ന സാഹചര്യം ഇങ്ങനെയല്ല. ഇതല്ല ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത്. അനുഗ്രഹമെന്ന് പറഞ്ഞാൽ നിനക്കുള്ള ആടുമാടുകളും സമ്പത്തും ധനവും മക്കളും ഒന്നുമല്ല യഥാർത്ഥമായത്. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഇതിനേക്കാൾ വലിയൊരു ഉദ്ദേശം എനിക്ക് ഉണ്ട്. നിന്നെ അമേരിക്കയിലേക്ക് അയച്ചാലും ഓസ്ട്രേലിയക്ക് അയച്ചാലും കാനഡയിലേക്ക് അയച്ചാലും, നിനക്ക് സ്വന്തമായി വീട് നൽകിയാലും, നീ ചോദിച്ചത് എല്ലാം തന്നെ നൽകിയാലും ശരി, അവന്റെ സ്നേഹം വെളിപ്പെടുത്താനാണ് ഇവ നിനക്ക് നൽകുന്നത്. എന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവം അതുമാത്രമല്ല നിനക്ക് തരുന്നത്. അതുമാത്രമല്ല യഥാർത്ഥമായ അനുഗ്രഹം എന്ന് ഈ ദിവസം മനസ്സിലാക്കണം. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇതാ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നീ വിശ്വസിച്ചവർ നിനക്കെതിരായി നിൽക്കുന്നു. നിന്റെ വീട്ടുകാർ തന്നെ നിന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകും. നിന്നോട് കലഹിക്കും. ഒരിടത്ത് ജ്യേഷ്ഠനും ഒരിടത്ത് അമ്മായിയപ്പനും നിനക്കെതിരായി നിൽക്കുമ്പോൾ അവരുടെ കൈകളിൽ അകപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ കൈകൊണ്ട് യാക്കോബ് മരിച്ചു പോകുമായിരുന്നു. അവന്റെ സമ്പത്തെല്ലാം അവർ തട്ടിയെടുക്കുമായിരുന്നു. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം യാക്കോബിന് കൊടുത്തതായിട്ടുള്ള വാഗ്ദത്തത്തെ ഓർക്കുവാൻ ഇടയായി. ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്ന വാഗ്ദാനവും, നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് യാക്കോബ് എടുത്തതായ നിയമവും ദൈവം ഓർത്തെടുത്തുകൊണ്ട് ജ്യേഷ്ഠന്റെ മനസ്സ് മാറ്റാനിടയായി. അമ്മായിയപ്പന്റെ മനസ്സ് മാറ്റാനിടയായി. എന്താണ് ഇവൻ അമ്മായിപ്പനോട് പറഞ്ഞത് നോക്കുക. 31:29. നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എനിക്കു നിന്നെ കൊന്നുകളയാൻ ശക്തിയുണ്ട്. എന്നാൽ ഇവിടെ ആരുടെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്? നിന്റെ പിതാവിന്റെ ദൈവം പറയുകയാണ്, യാക്കോബിനെ നീ ഉപദ്രവിക്കുവാൻ പാടില്ല, അവനോടെതിരെ ഒരു വാക്കുപോലും പറയാൻ പാടില്ല എന്ന് ദൈവം ശാസിക്കാനിടയായി. അത് കേട്ടിട്ട് യാക്കോബിന്റെ അമ്മായിയപ്പൻ യാക്കോബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ് മരുമകന്റെ അടുത്ത് സമാധാനപ്പെടുകയാണ്. പിന്നെ ജ്യേഷ്ഠൻ വന്നിട്ട് സമാധാനപ്പെടുകയാണ്. എന്താണ് പറയുന്നത് നോക്കാം. 33-ാമത്തെ അധ്യായത്തിലുണ്ട് 5-ാം വാക്യം. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്നു അവൻ പറഞ്ഞു. ലേയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന് യജമാനനു എന്നോട് കൃപ തോന്നേണ്ടതിന് ആകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിനു യേശാവ്, സഹോദര, എനിക്ക് വേണ്ടതുണ്ട്, നിനക്കുള്ളത് നിനക്കു തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പരസ്പരം നിരപ്പ് പ്രാപിക്കുവാൻ സമാധാനപ്പെടാൻ ഇടയായി. ഒരു നിമിഷം ഇപ്പോൾ ചിന്തിക്കുക. നിന്നോട് കോപമുള്ളതായ, നിന്നോട് ദേഷ്യം ഉള്ളതായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവർ, നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നവർ, നിങ്ങളോട് മിണ്ടാതെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ അവർ കരമുയർത്തിക്കാട്ടെ. ഞാൻ ചതിവ് കാണിച്ചിട്ടുള്ള, ഞാൻ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതായ, ഞാൻ വിഷമിപ്പിക്കുകയും ചെയ്തതായ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നവർ കരമുയർത്തിക്കാട്ടെ. ഈ ദിവസം യഥാർത്ഥമായ അനുഗ്രഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിന്നോട് വെറുപ്പുള്ളതായ ആളുകൾ വന്നിട്ട് നിന്റെ അടുക്കൽ സമാധാനപ്പെടണം. നിങ്ങൾ വഞ്ചിച്ച ആളുകളും നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് സമാധാനപ്പെടണം. അതാണ് യഥാർത്ഥമായ അനുഗ്രഹം. ഒരുവന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ മുൻപിൽ പ്രസാദകരമായി എങ്കിൽ അവന്റെ ശത്രുക്കൾ പോലും പറയുക എന്താണ്? മിത്രങ്ങളായി മാറും. യാക്കോബിനെ ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നോക്കുക, എങ്ങനെ അവനെ കാത്തു പരിപാലിക്കുന്നു എന്ന് നോക്കുക, തന്റെ സാഹചര്യങ്ങൾ എത്ര അത്ഭുതകരമായിട്ട് മാറ്റി എന്ന് നോക്കുക. യാക്കോബിന്റെ സ്ഥിതി നോക്കുമ്പോൾ ദൈവമല്ലാതെ മറ്റാരും അവനെ സഹായിക്കുവാനില്ല. അങ്ങനെയൊരു സാഹചര്യം യാക്കോബിന്റെ ജീവിതത്തിൽ വന്നു.
തൻ്റെ ആളുകളെയെല്ലാം നദിയുടെ അക്കരയ്ക്ക് അയച്ചിട്ട് യാക്കോബ് ഏകനായിട്ട് ദൈവവുമായി പോരാടാനിടയായി. ഉൽപ്പത്തി 32:22 വാക്യം. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തന്റെ സമ്പാദ്യമെല്ലാം, തന്റെ ഭാര്യമാരെയും തന്റെ മക്കളെയും ദാസീദാസന്മാരെയും. 23 അവസാനം എന്താണ്? യാക്കോബ് തനിയെ ശേഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ഇത് പഠിക്കേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ മുറിയിൽ കടന്നിട്ട് വാതിലടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. ഏകനായിട്ട് ദൈവവുമായിട്ട് സഹവസിക്കേണ്ട വ്യക്തി, കൂട്ടായ്മ ആചരിക്കേണ്ടതായ വ്യക്തി, ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട വ്യക്തി, ദൈവത്തിന്റെ ഹിതമെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനു വേണ്ടി ജീവിക്കേണ്ടതായ വ്യക്തി ഏകനായി ദൈവത്തോടൊപ്പം ചിലവഴിക്കുവാൻ പഠിക്കേണ്ടതാണ്. റാഹേലിന്റെ അടുക്കൽ ചെന്നപ്പോൾ ലേയ കരയുന്നു. ലേയുടെ അടുക്കൽ പോവുകയാണെങ്കിൽ റാഹേല് കരയുന്നത് കാണാം. ഒരു വശത്ത് അമ്മായിയപ്പൻ, ഒരു വശത്ത് ജ്യേഷ്ഠൻ. അവസാനം ഒന്നും ചെയ്യുവാൻ കഴിയാതെ എല്ലാവരെയും പറഞ്ഞയക്കുവാനിടയായി. ഇപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് വന്നു. ദൈവമേ, ഞാൻ എന്തൊക്കെയോ ചോദിച്ചു, നീ എനിക്ക് നൽകുകയും ചെയ്തു. എന്നാൽ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ആവശ്യമുള്ളത് മാനസാന്തരമാണ്. എനിക്ക് ആവശ്യമായത് രക്ഷയാണ്. എനിക്കിപ്പോൾ ആവശ്യമായിരിക്കുന്നത് അനുതാപമാണ്. ഞാൻ നോക്കേണ്ടത് എൻ്റെ ധനത്തിലേക്കും സമ്പത്തിലേക്കുമല്ല, എൻ്റെ ഭാര്യയിലേക്കും മക്കളിലേക്കുമല്ല. എനിക്ക് വേണ്ടി പ്രാണനെ നൽകിയതായ നിന്നിലേക്കാണ് നോക്കണമെന്ന് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ദൈവമായിട്ട് പോരാടുവാൻ ഇടയായി. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവമായിട്ട് പോരാടിയ ദിവസങ്ങളുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അനുദപിച്ചതായ ദിവസമുണ്ടോ? നിന്റെ പാപമെല്ലാം അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദിവസമുണ്ടോ? പോരാട്ടമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവം ചോദിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. നിന്റെ പേരെന്താണ്? എന്റെ പേര് യാക്കോബ്. ഞാൻ വഞ്ചകനാണ്. ആരെയാണ് വഞ്ചിച്ചത്? ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ വഞ്ചിച്ചു, എൻ്റെ കൂടപ്പിറപ്പിനെ വഞ്ചിച്ചു, എൻ്റെ പിതാവിനെ വഞ്ചിച്ചു, എൻ്റെ അമ്മായിപ്പനെ വഞ്ചിച്ചു. ദൈവത്തെ വഞ്ചിക്കാനിടയായി. ദൈവത്തിനെതിരെ ചെയ്ത പാപങ്ങൾ ദൈവത്തിന്റെ അരികിലും മനുഷ്യരുടെ മുൻപിൽ ചെയ്ത പാപങ്ങൾ മനുഷ്യരുടെ മുൻപിലും ഏറ്റുപറഞ്ഞില്ലെങ്കിൽ അത് മാനസാന്തരമാകില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് ഈ ദിവസം പറയുന്നുണ്ടെന്നാൽ ഹൃദയത്തിലുള്ളതായ മാലിന്യം പോയിട്ടില്ല. നിങ്ങളുടെ രക്ഷ യാക്കോബിന്റെ ആദ്യത്തെ പ്രാർത്ഥന പോലെയാണ്. എങ്ങനെയായിരുന്നു യാക്കോബ് ആദ്യം പ്രാർത്ഥിച്ചത്? ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന് ഞാൻ ദശാംശം കൊടുക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഇടയ്ക്കൊക്കെ പോയിട്ട് ആലയത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നിന്റെ മനസ്സാക്ഷി നേരെയാണോ? ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? ദൈവത്തോട് നിങ്ങൾ പോരാടിയിട്ടുണ്ടോ? നിങ്ങൾ ദയവ് ചെയ്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം. പ്രാർത്ഥനയിൽ പോരാടുവാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കുറവുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കീപ് ഷോർട്ട് അക്കൗണ്ട് വിത്ത് ഗോഡ് എന്ന് D.L. മൂഡി എന്ന ഭക്തൻ പറയാനിടയായി. ദൈവം മുമ്പാകെ നിന്റെ കണക്കുകൾ അപ്പോൾ തന്നെ ശരിയായി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ അക്കൗണ്ടൊക്കെ ക്ലിയർ ചെയ്യേണ്ടതായ ആളുകൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാതെ ഒറ്റയടിക്ക് അത് വർഷത്തിൽ ഒരു തവണ സെപ്റ്റംബറിലോ ജൂണിലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ കഴിയുമോ? ഈ ബിസിനസ്സുകാരെ നോക്കുക. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അവർ ഷട്ടർ അടയ്ക്കും. എന്താണ് അവർ ചെയ്യുന്നത്? ഇന്നത്തെ ചിലവ് എത്രയാണ്? വരുമാനം എത്രയാണ്? ആ വരവ് ചിലവ് കണക്കുകൾ കൂട്ടാതെ അവർ കടയടയ്ക്കുകയില്ല. അതുപോലെ തന്നെ ഓരോ ദൈവത്തിന്റെ വിശ്വാസിയും രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് ആലോചിക്കണം, ദൈവത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഇന്ന് ചെയ്തോ? ഏതെങ്കിലും രീതിയിൽ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? ഈ ദിവസം ദൈവത്തിനെതിരായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഈ ദിവസം ദൈവത്തിന്റെ ഉദ്ദേശത്തെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് നേടിയത് എന്ന് ചിന്തിക്കാതെ ഉറങ്ങാൻ പോകരുത്. നിങ്ങളുടെ മനസ്സാക്ഷിയെ ക്ലിയർ ആക്കാതെ ഉറങ്ങാൻ പോകരുത്. സൂര്യാസ്തമനം വരെ നിങ്ങളുടെ കോപം സൂക്ഷിക്കുവാൻ പാടില്ല. ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ 20 വർഷത്തിന് ശേഷമല്ല നാം ചെന്ന് സമാധാനപ്പെടേണ്ടത്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഓരോ ദിവസവും നിരപ്പ് പ്രാപിക്കണം. നാം കിടക്കിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയണം. ഇപ്പോഴത്തെ ടെക്നോളജി നോക്കി ഒരു ഫോൺ ചെയ്ത് അല്ലെങ്കിൽ SMS അയച്ച് കർത്താവിന് മുൻപിൽ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് നീ ഉറങ്ങാൻ പോവുക.
കർത്താവിന്റെ വരവാകുന്നുവെങ്കിൽ നിനക്ക് ഹൃദയത്തിൽ കുറ്റബോധമില്ലാതെ നല്ല മനസ്സാക്ഷിയുള്ളവനായി ദൈവത്തിന് മുൻപാകെ ആയിരിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിന്റെ അവകാശിയാകാൻ കഴിയുകയില്ല. യാക്കോബ് ദൈവവുമായിട്ട് പോരാടി, നേരം വെളുക്കുന്നത് വരെയും പോരാടുവാനിടയായി. നേരം വെളുത്ത ശേഷവും പോരാടുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നു. പ്രാർത്ഥന കഴിയാൻ നോക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രാർത്ഥനയുടെ വില അവർക്ക് മനസ്സിലാവുകയില്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ദൈവത്തോട് പോരാടുന്ന ആളുകൾ, യഥാർത്ഥമായ ദൈവിക അനുഗ്രഹത്താൽ നിറയുന്നവർ. പലപ്പോഴും ഉണർവ് മീറ്റിംഗുകൾ നടക്കുമ്പോൾ സമയത്ത് ഞാൻ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന കഴിഞ്ഞ ആശീർവാദം പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും അരമണിക്കൂർ 1 മണിക്കൂർ ആളുകൾ തിരിച്ചു പോകാതെ അവിടെ തന്നെ ഇരുന്ന് പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ മുൻപാകെ പശ്ചാത്തപിച്ച് കണ്ണുനീരോടുകൂടെ സ്റ്റേജിൽ ആരോ ഉണ്ട് എന്നൊന്നും നോക്കാതെ അവരുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദിവസം മുതൽ അവരൊരു പുതിയ ജീവിത അനുഭവം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. നിന്റെ ബലഹീനതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ നീ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ, വർഷങ്ങൾ കടന്നു പോവുകയാണ് എങ്കിൽ നീ ദൈവവുമായിട്ട് പോരാടിയിട്ടില്ല എന്നാണ്. നിന്റെ ജീവിതത്തിൽ ഏത് ബലഹീനതയാണോ ഉള്ളത് ആ വിഷയത്തിന്മേൽ ദൈവവുമായിട്ട് പോരാടണം. യാക്കോബിന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ വലിയ പാപം എന്താണെന്ന് വെച്ചാൽ വഞ്ചന, കള്ളം, അസത്യവും വഞ്ചനയും കപടവേഷവും ദൈവം വെറുക്കുന്നതാണ്. ദൈവം അത് സഹിക്കില്ല. അത് പിശാചിന്റെ വേഷമാണ്. ചതി, വഞ്ചന, കുബുദ്ധി ഇതെല്ലാം പിശാചിന്റെ സ്വഭാവമാണ്. വിശ്വസ്തത, അതുപോലെ സത്യസന്ധത, നുറുങ്ങിയ ഹൃദയം, വിശുദ്ധി ഇവയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്. ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം നുറുക്കപ്പെടാതെ, നിന്റെ സ്വാർത്ഥത മാറ്റപ്പെടാതെ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് കാണുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടോ വർഷങ്ങളായിട്ട് പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ലാഭങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയോ സാധിക്കുവാൻ ആഗ്രഹിക്കുന്നു. സുഖമായി ജീവിക്കുന്നല്ലോ, വീട് പണിയാനിടയായി, മക്കളെ പഠിപ്പിക്കാനിടയായി, മക്കളുടെ വിവാഹങ്ങളെല്ലാം നല്ലതായിട്ട് നടത്തുവാനിടയായല്ലോ. അങ്ങനെ എന്തൊക്കെയോ വിചാരിച്ച് സുഖമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ നിറവേറിയോ ഇല്ലയോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറിയോ ഇല്ലയോ? കർത്താവ് എന്താണ് പറഞ്ഞത്? നിന്റെ ശത്രുവിന്റെ മുൻപാകെ നിനക്ക് ഞാൻ മേശ ഒരുക്കും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. എനിക്ക് ഈ ലോകത്തിൽ ശത്രുക്കൾ ആരും തന്നെ ഇല്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ വിരോധി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നോട് എതിർപ്പുള്ളത്, എൻ്റെ അപ്പനും അമ്മയാണ് എനിക്കെതിര്, അല്ലെങ്കിൽ എൻ്റെ മക്കളാണ്, എൻ്റെ സ്വന്തം മക്കളാണ് എനിക്കെതിര്. ഇന്ന് അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നന്നാകുന്നത് എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എനിക്ക് നന്മയുണ്ടായ എൻ്റെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമല്ല. ഞാൻ നശിച്ചു കിടക്കുന്നത് തന്നെയാണ് അവർക്ക് ഇഷ്ടമെന്ന് പറയുന്നു. എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. നീ ദൈവസന്നിധിയിൽ നേരെയാകുന്നുവെങ്കിൽ എല്ലാവരും നിന്റെ അടുക്കൽ നേരെയായിരിക്കും. നീ ദൈവത്തെ വഞ്ചിക്കുകയാണെങ്കിൽ എല്ലാവരും നിന്നെയും വഞ്ചിക്കും. പിതാവിനെ വഞ്ചിക്കുവാനിടയായി മൂത്തപുത്രൻ ഞാനാണെന്ന് പറഞ്ഞ അനുഗ്രഹം തട്ടിയെടുത്തു. 7 വർഷങ്ങൾ കഷ്ടപ്പെട്ടു റാഹേലിനു വേണ്ടി. അവസാനം കല്യാണം കഴിഞ്ഞു. മൂടുപടം മാറ്റിയപ്പോൾ, എന്താണ് മാമാ, ഇളയവൾക്ക് പകരമായി മൂത്തവളെയാണോ തന്നിരിക്കുന്നത്? എന്താണ് മരുമക, മൂത്തവന്റെ പേര് പറഞ്ഞിട്ട് ഇളയവനായ നീ അനുഗ്രഹം തട്ടിയെടുത്തില്ലേ എന്ന് പറഞ്ഞിരിക്കാം. ഇളയ മകൻ ചെന്നിട്ട് മൂത്ത മകന്റെ അനുഗ്രഹങ്ങൾ തട്ടിയെടുത്തില്ലേ? അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്തത്. നീ എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെ കൊയ്യും. എന്നാൽ ഈ രാത്രി അവൻ പോരാടി, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്ന് പറഞ്ഞു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. തുടയുടെ തടം ഏതാണെന്നറിയാമോ? 2 കാലിൻ്റെയും പുറകിലായിട്ട് മധ്യഭാഗത്തുള്ളതായ മെയിനായിട്ട് കാണുന്നതായ ഞരമ്പ് ആണത്. എന്താണ് പറയുന്നത്? തുടയുടെ തടത്തിൽ തൊടുവാനിടയായി. അത് വായിക്കുക 31. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. നേരം വെളുത്തപ്പോഴേക്കും അവൻ മാറാനിടയായി. യാക്കോബിനെ നോക്കുകയാണെങ്കിൽ അവൻ ഏതു സമയത്തും ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി, അമ്മാവന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി, വേണമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോയേനേയും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയവൻ ആരാണ്? യോന പ്രവാചകൻ. ഓടിപ്പോകുന്നതായ വ്യക്തിയായ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, നീ ഇനിയും ഓടിപ്പോകാതെ നിന്റെ തുടയുടെ ഞരമ്പിന് അടിച്ചാൽ. ഇപ്പോൾ യാക്കോബിനെ നോക്കുമ്പോൾ അവന്റെ നടപ്പ് മാറിയിരിക്കുകയാണ്.
ദൂരെ നിന്ന് അപ്പൻ എവിടെ നിന്ന് നോക്കുമ്പോൾ മക്കളും ഭാര്യമാരും സങ്കടപ്പെടുകയാണ്. രാത്രി എവിടെ പോയി ആത്മഹത്യ ചെയ്തു കാണുമോ? ഈ പ്രശ്നങ്ങളെല്ലാം സഹിക്കുവാൻ കഴിയാതെ അമ്മാവന്റെയും ജ്യേഷ്ഠന്റെയും ഭാര്യമാരുടെയും എല്ലാ കലഹം കാരണം എത്രയോ ആളുകളുണ്ട് ഇന്ന്. എത്രയോ പേരും പ്രശസ്തിയുമുള്ള ആളുകൾ മുറിയിൽ കിടന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. സിനിമാ നടന്മാർ എത്രയോ പേർ തൂങ്ങി മരിക്കുന്നു. ഇവരെ പ്രാർത്ഥിച്ചാൽ നല്ലതായിരുന്നു, പക്ഷേ ഇവർക്ക് പ്രാർത്ഥന അറിയില്ലല്ലോ. അവരോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ ആരുമില്ലേ? ഗതിയില്ലാത്തവന് ഗതിയായി, ആശ്രയമില്ലാത്തവർക്ക് ആശ്രയമാണെന്ന് പറയുന്നതിന് വേണ്ടി പരാജയപ്പെട്ടവർക്ക്, ജീവിതം പരാജയപ്പെട്ടു എന്ന് പറയുന്നവർക്ക്, എൻ്റെ ബിസിനസ് ലോസായി പോയി എന്ന് പറയുന്നവർ, എൻ്റെ ജീവിതത്തിൽ എല്ലാം വിജയകരമായിരുന്നു, എന്നാൽ എൻ്റെ മനസ്സിന് സമാധാനമില്ല, എൻ്റെ ഫാമിലി ബ്രേക്കപ്പായി പോയി, എൻ്റെ ജീവിതം വൃഥാവായിപ്പോയി എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ കരയുന്നുണ്ട്. സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ള വലിയ വലിയ ആളുകളെ, എത്രയോ ആളുകളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തതായി കാണാം. ഹൃദയത്തിനുള്ളിൽ സമാധാനത്തോടെ ആയിരിക്കുന്നതാണ് യഥാർത്ഥമായ അനുഗ്രഹം. അത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. കർത്താവിന്റെ സന്നിധിയിൽ വന്നവനെ ആരാധിക്കുന്നതായ സമയത്ത് അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട അനുഭവം പ്രാപിച്ചുകൊണ്ട് നിന്റെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിന്റെ പ്രവൃത്തികൾ മാറണം. നിനക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരോട് നീ ക്ഷമിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടണം. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരിക്കുമോ എന്ന് വിചാരിച്ചു. അവനെ ഇനി കാണുവാൻ കഴിയുമോ എന്നവർ ചിന്തിക്കാനിടയായി. ഒരു സൈഡിൽ നിന്ന് ജ്യേഷ്ഠൻ വരുന്നു, മറുവശത്ത് നിന്ന് അമ്മാവൻ വരുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്തതായ അവസ്ഥയിൽ അവൻ എന്താണ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാനിടയായി. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്റെ ചുറ്റുപാടും പിശാചിന്റെ തന്ത്രങ്ങൾ വന്നേക്കാം. ഒരു വഴിയും കാണാത്തതായ ഒരു അവസ്ഥയിലേക്ക് ജീവിതത്തിൽ നീ പോയേക്കാം. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലവും ഉള്ളതുകൊണ്ട് ചുറ്റുപാടും എങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കാം. എന്നാൽ നിന്റെ മുകൾ ഭാഗം ഒഴിഞ്ഞുകിടക്കുന്നു. മനുഷ്യർ നിനക്ക് എതിരായി മാറുമ്പോൾ, പ്രശ്നങ്ങൾ നിന്റെ ചുറ്റും വരുമ്പോൾ നീ മുകളിലേക്ക് നോക്കിയാൽ നിന്നെ സ്നേഹിക്കുന്നവനായ, നിനക്ക് വാഗ്ദത്തം തന്നവനായ, നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളും ഉദ്ദേശങ്ങളും ഉള്ളവനായ, നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞതായ കർത്താവ് നിങ്ങളിലേക്ക് നോക്കുന്നു. എന്നിലേക്ക് തിരിയുക, രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നു. എന്നോട് അടുത്തു വരിക, എന്നോട് അപേക്ഷിക്കുക, എന്നോട് നിലവിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമറിയാമെന്ന് അവൻ പറഞ്ഞു. യാക്കോബ് ദൈവത്തോട് നിലവിളിച്ചു. അവന്റെ തുടയുടെ തടത്തിൽ തൊട്ടപ്പോൾ പിന്നീട് അവൻ മുടന്തിയാണ് നടക്കുന്നത്. അവർ ദൂരെ നിന്ന് യാക്കോബ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ യാക്കോബ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? എന്താണ് അങ്ങനെ നടക്കുന്നത്? ഇപ്പോൾ വിവരം വന്നു. എന്താണ് അങ്ങനെ നടക്കുന്നത്? യേശു കർത്താവ് എന്നെ തൊട്ടു, എന്റെ ജീവിതം മാറി, എന്റെ മനസ്സ് മാറി, എന്റെ നടപ്പ് മാറിയിരിക്കുന്നു, അഹങ്കാരം പോയിരിക്കുന്നു, സ്വാർത്ഥത മാറിയിരിക്കുന്നു. ഒരു വടിയിൽ ഞാൻ ആശ്രയം പ്രാപിച്ചിരിക്കുന്നു. ആരാകുന്നു ആ വടി? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ആ കർത്താവിലാണ് ഞാൻ ഇന്ന് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ക്രൂശ് വേണം. എനിക്ക് ജീവിക്കണമെങ്കിൽ ക്രൂശിൽ ഞാൻ ആശ്രയിക്കണം. ഞാൻ നടക്കണമെങ്കിൽ ക്രൂശ് എന്റെ കൂടെ ഉണ്ടായിരിക്കണം. എന്റെ ജീവിതം മാറിപ്പോയി. ഒരു ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം ഇങ്ങനെയായിരിക്കണം. നിന്റെ അഹങ്കാരം, നിന്റെ ഗർവം, നിന്റെ ഭോഷത്വം, നിന്റെ ക്രൂരത, ഇവയെല്ലാം തന്നെ ക്രൂശിക്കപ്പെടണം. യാക്കോബിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. ഇന്നു മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല. എന്താകുന്നു പേര്? ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തോട് മല്ല് പിടിച്ചവൻ. മല്ല് പിടിച്ച് ജയിക്കുവാനിടയായി. ദൈവത്തോട്, മനുഷ്യരോട് പോരാടി, അവരുടെ അടുക്കൽ ജയിച്ചു, അവരിൽ നിന്ന് തട്ടിയെടുത്തു, വഞ്ചിച്ച് പോരാടി ജയിച്ചു. അങ്ങനെ നീ വഞ്ചന ചെയ്ത് എന്തൊക്കെയോ നേടിയിരിക്കുന്നു. എന്നാൽ ദൈവത്തോട് പോരാടി നീ ജയിച്ചിട്ടുണ്ടോ? ദൈവത്തോട് പോരാടി നേടിയിട്ടുണ്ടോ? ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും പുതിയ ജീവിതവും ദൈവത്തോട് പോരാടി നേടിയിട്ടുണ്ടോ നീ? എപ്പോഴാണോ ആ സ്ഥലത്ത് ഒരു മാറ്റം വന്നത്? വാക്യം വായിക്കാം, 30-ാം വാക്യം. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന പേരിട്ടു. ഞാൻ ഇവിടെ വെച്ച് ദൈവത്തെ മുഖാമുഖമായി കാണാനിടയായി. എത്ര പേർക്ക് ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടുള്ള അനുഭവമുണ്ട്? എൻകൗണ്ടർ വിത്ത് ഗോഡ്. ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചുകൊണ്ട്, മുഖാമുഖമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച്
ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ സാക്ഷിയായി ജീവിക്കുന്ന അനുഭവം എത്ര ആളുകൾക്കുണ്ട്? നിന്റെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ ഭക്തി കൊണ്ട് ഇവിടെ മതിയാകില്ല. പിതാവിന്റെ ഭക്തി കാരണമാണ് ഇപ്പോൾ വരെയും യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്. എന്നാൽ ദൈവമായിട്ട് മുഖാമുഖം സംസാരിക്കുവാൻ ഇടയാവുകയാണിപ്പോൾ. അവൻ പോരാടി ജയിച്ചു, ദൈവസന്നിധിയിൽ നിന്ന് വാഗ്ദത്തവും പ്രാപിച്ചു. ഞാൻ നേരത്തെ ദൈവത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് കണ്ടത്, എന്നാൽ ഇപ്പോൾ ദൈവത്തെ ഞാൻ മുഖാമുഖം കാണുവാനിടയായി. ദൈവസന്നിധിയിൽ മുഖാമുഖം സമാധാനപ്പെടുന്ന അനുഭവം. എല്ലാ വ്യക്തികളും ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പോരാടുന്നതിനു വേണ്ടി ശീലിക്കുക. നിങ്ങളുടെ പാപത്തിൽ നിന്നും പരിപൂർണമായ വിടുതൽ പ്രാപിക്കുന്നതിനു വേണ്ടി നുറുങ്ങിയ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അവനോട് ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കണം. എത്ര വലിയ സമ്പത്ത് നിങ്ങൾക്കുണ്ടായാലും, എത്ര ധനവും സമ്പാദ്യവും അധികാരവും ഉണ്ടെങ്കിലും ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയാത്ത ഒരു സമയം വരും. നീ എന്തിലാണോ ആശ്രയം വെച്ചത് അവയെല്ലാം നിന്നെ വിട്ട് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ക്രൂശിതനായ യേശുക്രിസ്തുവിൽ നാം ആശ്രയിച്ചാൽ, ആ കർത്താവിലേക്ക് പ്രത്യാശ അർപ്പിച്ചാൽ, ആ യേശുക്രിസ്തുവിന്റെ ശക്തിയെ പ്രാപിച്ച് നിനക്ക് ജീവിക്കുവാൻ കഴിയുകയാണെങ്കിൽ, ഞാൻ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്ന് നിനക്ക് പറയുവാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ യാക്കോബിന്റെ ജീവിതത്തിലുമുണ്ടായി. പിന്നീട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനസമൂഹമാക്കി യാക്കോബിനെ ഒരു രാജ്യമാക്കി മാറ്റാനിടയായി. അങ്ങനെ യാക്കോബിന്റെ വംശത്തെ, ഇസ്രായേലിന്റെ വംശത്തെ ദൈവം അനുഗ്രഹിക്കാനിടയായി. ഈ കാലത്തും ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്ന് യാക്കോബിന് ദൈവം കൊടുത്തതായ വാഗ്ദത്തം അനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി ആ കർത്താവ് കൊടുത്തതായ അനുഗ്രഹങ്ങൾ ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം അന്യരായിരിക്കുന്നതായ നമുക്കും അവനെ അറിയാതിരുന്നതായ നമുക്കും നമ്മെ സ്നേഹിക്കുന്ന ദൈവമായി നമുക്ക് വേണ്ടി പ്രാണൻ തന്നിരിക്കുന്ന ദൈവമായിരിക്കുന്നു. ഈ വലിയ വംശത്തിൽ ദൈവത്തിന്റെ ജനത്തിന്റെ കൂടെ എനിക്കും നിങ്ങൾക്കും ഭാഗവാക്കാകുവാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമൊന്നുമില്ല. അവൻ അനുഗ്രഹത്താൽ നമ്മെ നിറയ്ക്കും. അവന്റെ അനുഗ്രഹം നിത്യമായിട്ടുള്ള അനുഗ്രഹമാണ്. എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കുറച്ച് സമയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ അശുദ്ധി കഴുകുന്നതിന് വേണ്ടി, പാപങ്ങൾ കഴുകുന്നതിന്, നമ്മുടെ കുറവുകളെ കഴുകുന്നതിന് വേണ്ടി, ബലഹീനതയെ മാറ്റുന്നതിന് വേണ്ടി ശുദ്ധമായ അവന്റെ രക്തത്തെ ഒഴുക്കി നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മെ വിടുവിച്ചെടുത്തതായ യേശുവിലേക്ക് നമുക്ക് നോക്കാം. ക്രൂശില്ലാത്ത വിശ്വാസം വിശ്വാസമല്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി വരുന്നതായ രക്ഷ ഏറ്റെടുക്കാത്ത വിശ്വാസം വിശ്വാസം അല്ല. ക്രൂശിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ, കഷ്ടതയുടെ നടുവിലും ഞങ്ങൾ സന്തോഷിക്കുന്നു. നിന്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പറയുക. എന്റെ മനസ്സിൽ യഥാർത്ഥമായ അനുഗ്രഹം നൽകണമേ. എല്ലാവരും പ്രാർത്ഥനയിൽ പോരാടണം. മാതാപിതാക്കളുടെ വിശ്വാസം കൊണ്ട് നിന്റെ വിശ്വാസം നേരെയാകില്ല. നിന്റെ ഭാര്യയുടെ പ്രാർത്ഥന കാരണം നിനക്ക് രക്ഷയുണ്ടാകില്ല. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടുക. നീ ദൈവത്തോട് നിലവിളിക്കുക. രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ. ഈ അന്ത്യകാലത്ത് വിശ്വാസം മരവിച്ച അവസ്ഥയിലേക്ക് കടന്നുപോകുന്ന ക്രിസ്ത്യാനികളെ നീ കാണുമാറാകണമേ. പുറമേ ഭക്തിയെ കാണപ്പെടുകയും അകത്ത് അതിൻ്റെ ശക്തി അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്ന ജനത്തെ കാണുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ള ഭക്തിയല്ല, പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുന്ന ഒരു ഭക്തി ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ലോകം ഞങ്ങളെ വിഴുങ്ങിക്കളയുന്നതിന് മുൻപ്, ലോകം ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നതിന് മുൻപ്, ഞങ്ങളുടെ ഹൃദയത്തെ നുറുക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ വന്ന് മുഴങ്കാൽ മടക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. യാക്കോബിന്റെ ജീവിതത്തിൽ കൊടുത്തതായ മാറ്റത്തെ, പരിവർത്തനത്തെ, പുതിയ ജീവിതത്തെയും പുതിയ പ്രവൃത്തിയെയും പുതിയ അനുഗ്രഹത്തെയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം
രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ